ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഹോട്ടലിലൊക്കെ കിട്ടുന്ന പെർഫെക്റ്റായ പഴംപൊരി എങ്ങനെ വീട്ടിൽ ചെയ്തെടുക്കാൻ നോക്കാം. ആദ്യം 2 കപ്പ് മൈദപ്പൊടി എടുക്കുക. ഞാൻ കപ്പളവാണ് കാണിക്കുന്നത് കേട്ടോ. 2 കപ്പ് മൈദപ്പൊടി എടുക്കുക. എന്നിട്ട് അതിലേക്ക് 4-5 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുക. ഇതാണ് നമ്മുടെ സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത്. 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി, പിന്നെ 1 ടീസ്പൂൺ ഏലക്കായ പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കുക. അരിപ്പൊടി ചേർത്ത് കൊടുക്കാൻ മറക്കരുത്, നമ്മുടെ പഴംപൊരിക്ക് ഒരു ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഇവയെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം വെള്ളം ചേർത്ത് കുറേശ്ശെയായിട്ട് വെള്ളം ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ. വിക്സ് വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്താലേ നമ്മുടെ പഴംപൊരി പെർഫെക്റ്റായിട്ട് നമുക്ക് കിട്ടുകയുള്ളൂ. പിന്നെ വിസ്ക് മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ സ്പൂൺ വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിലിങ്ങനെ ചെറിയ കുമിളകൾ ഇങ്ങനെ വരുന്നത് കാണാം. അതാണ് നമ്മുടെ മിക്സിൻ്റെ കറക്റ്റ് പരുവെന്ന് പറയുന്നത്. ലൂസ് കൂടാനും പാടില്ല, എന്നാൽ ടൈറ്റ് ആവാനും പാടില്ല. ഞാൻ ഈ ഒരു കപ്പിന് 1 കപ്പ് വെള്ളമാണ് കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഒരു പിഞ്ച് ബേക്കിംഗ് സോഡ അതുകൂടെ ചേർത്ത് കൊടുക്കുക. ഒരു പിഞ്ച് മാത്രം ചേർത്ത് കൊടുക്കുക, ഒരിക്കലും കൂടി പോകരുത്. ഇതാ കണ്ടില്ല, നമ്മുടെ ബാറ്റർ കുമിളകളൊക്കെ കണ്ടില്ല, ചെറിയ ബബിൾസൊക്കെ വന്നിട്ട്. പിന്നെ പഴം ഞാനിത് ഈ രീതിയിലാണ് കട്ട് ചെയ്തിട്ടുള്ളത്. നമ്മുടെ വീട്ടിലൊക്കെ ആകുമ്പോൾ നമുക്ക് ചെറിയ രീതിയിൽ കട്ട് ചെയ്താൽ മതി. ഇനി നിങ്ങൾക്ക് കട്ട് ചെയ്യാതെ വലുതാക്കിയിട്ട് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ചട്ടി വെച്ച് ഓയിൽ ചൂടായതിന് ശേഷം മാവിൽ മുക്കുക. ഓരോ പഴം മാവിൽ മുക്കിയിട്ട് അങ്ങനെ എണ്ണയിലേക്ക് വെച്ച് കൊടുക്കുക. എണ്ണയിലിട്ടപ്പോൾ തന്നെ നല്ല പൊങ്ങി നല്ല ഉഷാറായിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ പഴംപൊരി. ഇങ്ങനെ വേണം നമ്മുടെ പഴംപൊരി. നല്ല സോഫ്റ്റും പുറമെ നല്ല ക്രിസ്പിനെസ്സും ഉണ്ടാവും കേട്ടോ. നമ്മൾ അരിപ്പൊടി ചേർത്തത് കൊണ്ട് തന്നെ നല്ല ക്രിസ്പി ആയിട്ടുണ്ടാവും നമ്മുടെ പഴംപൊരി. ഒരു ഗോൾഡൻ കളറാകുമ്പോൾ തിരിച്ചിട്ട് നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം കേട്ടോ. ഒട്ടും എണ്ണയൊന്നും കുടിക്കില്ല കേട്ടോ. നല്ല ടേസ്റ്റാണ് ഈ പഴംപൊരിക്ക്. ഉള്ളിൽ നല്ല സോഫ്റ്റായിട്ട് പുറമെ നല്ല ക്രിസ്പി ആയിട്ടും. ചൂടറിയാലൊന്നും പെട്ടെന്നൊന്നും ചപ്പി പോവില്ല അങ്ങനത്തെ പഴംപൊരി. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഒരിക്കലെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിട്ടാ. പിന്നെ നിങ്ങൾ എപ്പോഴും ഇങ്ങനെ തന്നെ ഉണ്ടാക്കും. അത്രക്കും അടിപൊളിയാണ്, ഉണ്ടാക്കാനും എളുപ്പമാണ്. അധികം ചേരുവകളൊന്നും വേണ്ടല്ലോ, നമ്മുടെ വീട്ടിലുള്ളത് തന്നെ. കണ്ടില്ല, നല്ല അടിപൊളി പഴംപൊരി. ചൂടറിയാലൊന്ന് ചപ്പിപ്പോൾ ഞാൻ ഫുള്ളായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടെ മറക്കരുത്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. അസ്സലാമു അലൈക്കും.